തൃശൂരിലെ കേക്ക് വിവാദം അടഞ്ഞ അധ്യായം എന്ന CPI. ക്രിസ്മസ് ദിനത്തിൽ മേയർക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദം തുടർന്നുകൊണ്ടു പോകേണ്ടതില്ല എന്ന CPI ജില്ലാ കൗൺസിലിന്റെ വാർത്താക്കുറിപ്പ്. മുന്നണിയിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള LDF വിരുദ്ധരുടെ കെണിയിൽ വീഴരുത് എന്നാണ് CPI പറയുന്നത്. സൂരജ് സജ്ജുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തൃശൂരിൽ നിന്ന്. സൂരജ്, CPI ജില്ലാ കൗൺസിലിന്റെ വാർത്താക്കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? നിലവിൽ ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേയർ സുനിൽകുമാർ പോരിലേക്ക് കാര്യങ്ങൾ പോകുന്ന പശ്ചാത്തലത്തിലാണ് ഇതിലിപ്പോൾ CPI തന്നെ ഈ മേയറെ തീർത്തും തള്ളിക്കൊണ്ട് സുനിൽകുമാറിനെ പിന്തുണച്ചുകൊണ്ട് ഒരു പരസ്യ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നതെന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായകരമായ നിലപാട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI തന്നെ അതിൽ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അത് LDF-ൽ ചർച്ച ചെയ്യുകയും വീഴ്ചകൾ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകാനുള്ള ധാരണയിലാണ് ഇപ്പോൾ ഈ മേയറുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതെന്നാണ്. എന്നാൽ ഈ കേക്ക് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP നടത്തിയത് രാഷ്ട്രീയ നീക്കമാണ്, രാഷ്ട്രീയ ലാക്കോട് കൂടിയുള്ള നീക്കമാണ്. പക്ഷെ അത് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. കേക്ക് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുനിൽകുമാറിനെതിരെ മേയർ പറഞ്ഞു എന്ന തരത്തിൽ ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ CPIക്ക് യാതൊരു യോജിപ്പുമില്ല. അതായത് മേയറുടെ നിലപാടോട് യാതൊരു യോജിപ്പുമില്ല. വികസനം, ഈ തൃശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ വികസനം തന്റേത് മാത്രമാണെന്ന് അവതരിപ്പിക്കാനാണ് മേയർ ശ്രമിക്കുന്നത്. അങ്ങനെയല്ല, കഴിഞ്ഞ 9 വർഷമായി നടത്തുന്ന വികസന പ്രവർത്തനം LDF-ന്റെ കൂട്ടായ പ്രവർത്തനമാണ് എന്നതാണ് നിലവിൽ CPI ഈ പ്രസ്താവനയിലൂടെ പറയുന്നത്. എന്തായാലും ഈ കേക്ക് വിവാദം അടഞ്ഞ അധ്യായമാണെന്നും ഇനി അത് ചർച്ചയാക്കരുത് എന്നതുമാണ് CPIയുടെ നിലപാട്. ഉന്മേഷ്. സൂരജ് സജി, തൃശൂരിൽ നിന്ന്.